ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഒരു മേക്ക് ഓവർ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ്. ആ മേക്ക് ഓവർ ഫൈനലി ഫിനിഷായി. അപ്പോൾ ആ ഒരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹിൻഡ് കിട്ടി കാണും. ഞാൻ ആ മേക്ക് ഓവർ ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ്വേ, അല്ലെങ്കിൽ ഒരു ഹോൾവേ എന്ന് പറയാം. നമ്മുടെ ഹോളിൽ നിന്ന് ഗസ്റ്റ് ബാത്റൂമിലോട്ടും കിച്ചണിലോട്ടും ബെഡ്റൂമിലോട്ടും ഒക്കെ പോകുന്നൊരു പാസേജാണ്. അപ്പോൾ ഇവിടെയാണ് മേക്ക് ഓവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് മേക്ക് ഓവർ ചെയ്യണം എന്ന് വിചാരിച്ചത്, ഈ ഫ്ലാറ്റിലോട്ട് മാറിയ സമയത്ത്. അപ്പം ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ നിന്നിട്ട് 3 വർഷമായി. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഒരു പാസേജിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തതാണ് ഈ ഒരു ഗാലറി വോളും ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന മിററും ഒക്കെ. അന്നത്തെ എന്താ പറയാ, നമ്മുടെ ഇഷ്ടങ്ങളും അനുസരിച്ച് ഞാൻ ചെയ്ത ഒരു ചെറിയ മേക്ക് ഓവറാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറി. ഈ ഒരു ഹോൾവേ അല്ലെ ഒരു പാസേജ് എന്ന് പറയുന്നത് എനിക്ക് നല്ല കളർഫുൾ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം. ഇവിടെ ഒരു ഗാലറി വോളാണ്. പക്ഷെ ഇത് 3 വർഷം ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് മാറുന്ന സമയത്ത് ആദ്യം ചെയ്തൊരു ഇതാണ് കേട്ടോ. ഇപ്പം 3 വർഷമായി. ഇപ്പം നിങ്ങൾക്ക് കാണാം പല ഫ്രെയിമും താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അത് മോൻ്റെ പരിപാടിയാണ് കേട്ടോ. മോന് ബാറ്റ് വെച്ചിട്ട് അടിക്കുമ്പോൾ ഓരോ ഫ്രെയിമായിട്ട് താഴെ വീഴും. ചിലത് പൊട്ടും, ചിലത് പൊട്ടത്തില്ല. അങ്ങനെ മോൻ്റെയും ഞങ്ങളുടെയൊക്കെ തന്നെ ഫോട്ടോസാണ് കേട്ടോ കൂടുതലും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വോള് ഫുള്ളും ഒരു ഗാലറി വോള് പോലെ ഞങ്ങളുടെയൊക്കെ തന്നെ ഫോട്ടോസാണ്. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം ആയിരുന്നു, അത് ആക്ച്വലി താഴെ വീണു പൊട്ടി. അപ്പം പിന്നെ ഞങ്ങൾ കലണ്ടർ തൂക്കിയിട്ടേക്കുവാണ് ഇപ്പം. ഈ ഒരു ഏരിയയിൽ വന്നാൽ ഇത് ഐക്യന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ മിററാണ്. അപ്പോൾ ആ ഒരു മിറർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് നേരെ കാണുന്നത് കിച്ചണാണ്. അതിൻ്റെ മേളിൽ ഞങ്ങളുടെ 3 പേരുടെയും മോന് ജനിച്ച സമയത്ത് ചെയ്തൊരു വോൾ ആർട്ടുണ്ട്. ജനിച്ചൊരു 7 മാസമൊക്കെ ഉള്ള സമയത്ത്. പിന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്ലാറ്റിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പീസ് കണ്ടോ, എസിയുടെ ആണ്. അത് ഒരു വേറെ കളറിലിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറച്ച് മിറേഴ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഹോം ബോക്സിലും ഹോം സെന്ററിലും ഒക്കെ സ്ഥിരം പോയാൽ കിട്ടുന്ന ടൈപ്പ് മിറേഴ്സാണ്. ഇതുപോലെ ഗ്രൂപ്പായിട്ട് 3 4 ഒക്കെ കിട്ടുന്ന ടൈപ്പ് മിറേഴ്സാണ്. ഇത് ഗസ്റ്റ് ബാത്റൂമിൻ്റെ ഡോറാണ്. ഇവിടെ 3 ഡോറ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡോറും എനിക്കൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്. ഈ 3 ഡോറും എന്തെങ്കിലും പെയിന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ പാസേജ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വോള് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മോനെ കുത്തി വരച്ചേക്കായിരുന്നു കേട്ടോ. അതെല്ലാം ഞാനൊന്ന് ടച്ചപ്പ് ചെയ്തതാണ് വൈറ്റ് പെയിന്റ് വെച്ചിട്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളായിട്ട് വോള് പെയിന്റ് ചെയ്തില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് പെയിന്റ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നായിരിക്കും. നേരെ കാണുമ്പോൾ നമുക്കത് തോന്നുന്നുണ്ട്. പിന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു പാടുകൾ ഫുള്ളും മോൻ സൈക്കിൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ടയർ വന്ന് ഇടിക്കുന്നതാണ് കേട്ടോ. അതാണ് ഈ കാണുന്ന പാട് ഫുള്ള്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ മോന് ഇതൊരു നല്ല ലോങ് ഒരു ഹോൾവേ ആണ്. അപ്പൊ ഇവിടെ ആക്ച്വലി മോൻ എപ്പോഴും സൈക്കിൾ ഓടിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ടും കൂടാണ് ഞാൻ ഇവിടെ വൈറ്റ് പെയിന്റ് അല്ലാതെ എന്തെങ്കിലും ഒരു കളർഫുൾ അടിക്കാം എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാസേജ് ആണ്. നമ്മൾ എവിടെ പോകണമെങ്കിലും ഈ ഒരു പാസേജിൽ കൂടാണ് പോകുന്നത്. അപ്പൊ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ കുറച്ച് കളർഫുൾ ആക്കാം. ടോട്ടലി ഈ ഒരു ലുക്കിൽ നിന്ന് ടോട്ടലി ഒരു എൻറ്റയർലി ഡിഫറെന്റ്. പക്ഷെ ഞാൻ ഗാലറി വോള് മാറ്റുന്നില്ല. ഞാൻ ഗാലറി വോള് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിൽ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ സൈഡിൽ ഞാൻ ഈ സ്ക്വയർ മിറർ മാറ്റുന്നില്ല. അതങ്ങനെ തന്നെ ഇരിക്കും. അങ്ങേ അറ്റത്ത് മിറർ ഞാൻ പണ്ട് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ കേട്ടോ ഞാൻ DIY ചെയ്തതാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടൊരു DIY റോപ്പ് മിറർ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു കാണുക, ഒരു റൗണ്ട് മിറർ വെച്ചിട്ട്. ഇത് അതിനൊക്കെ മുമ്പ് എപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്ലാറ്റിലോട്ട് മാറുന്ന സമയത്ത് ചെയ്തതാണ് ഈ റോപ്പ് മിറർ. ആദ്യം തന്നെ ഗാലറി വോൾ എല്ലാം തന്നെ ക്ലിയർ ചെയ്യുവാണ്. അപ്പം ഞാൻ എല്ലാ ഫ്രെയിമും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഫ്ലാറ്റിൽ വരുമ്പോഴേ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒരു ഫോണായിരുന്നു, നമ്മുടെ ലാൻഡ് ലൈൻ താഴെ നിന്ന് ആരെങ്കിലും കയറി വരാനായിട്ട്. അപ്പം ഈ ഒരു മിററിൻ്റെ സെറ്റ് ഞാൻ ഇപ്പം എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഇതിങ്ങനെ തന്നെ വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അത് ഞാൻ പിന്നീട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വോള് റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നീട് ഈ വോളിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ വോളിലെ ഞാൻ ഈ ഒരു സ്ക്രൂ എല്ലാം മാറ്റാൻ പോവാണ്. എന്നിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ് അവിടുത്തെ ഹോളെല്ലാം. ഇത് ഹാർഡൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡോറ് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ പിൻട്രസ്റ്റിൽ. ഇതാ നിങ്ങൾക്ക് കാണാൻ ഫോട്ടോസൊക്കെ. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവസാനം ഞാൻ ഏത് കളറാണ് ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ?
ഞാൻ പിൻട്രസ്റ്റിൽ കുറേ ഇമേജസ് കാണിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ക്ലാസിക് ബ്ലാക്ക് കളറാണ്. അപ്പം ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തത്. ബ്ലാക്ക് ആകുമ്പം എൻ്റെ വീട്ടിലെ മറ്റ് സ്റ്റൈലിങ്ങിനുമായിട്ട് മാച്ചിങ്ങും ആണ്. പിന്നെ ഭയങ്കര ട്രെൻഡുമാണ് ബ്ലാക്ക് കളർ എന്ന് പറയുന്നത്. വിൻഡോ ട്രിമ്മിലും ഒക്കെ അടിക്കുന്നത് ഭയങ്കര ഇന്നാണ് ബ്ലാക്ക് കളർ. അപ്പം ഞാൻ ജോട്ടൂൻ്റെ ക്ലാസിക് ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ കാണിക്കാം, ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് കളറ്. ഞാൻ ഏസ് ഹാർഡ്വെയറിൽ നിന്നാണ് കേട്ടോ ഞാനെപ്പോഴും പെയിൻ്റൊക്കെ മേടിക്കുന്നത്. ഇത് ജോട്ടൂൺ ബ്രാൻഡിൻ്റെ ആണ്. അപ്പം ഞാൻ ഡോറിന് സൈഡിലെല്ലാം തന്നെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ വൈറ്റിലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിക്കാം. അതാ കണ്ടില്ലേ, ഞാൻ ഇന്നലെ ഈ ബ്ലാക്ക് പെയിൻറ് അടിക്കുന്നതിന് മുന്നേ ഇനി എങ്ങാനും എനിക്ക് കളറ് ഡോറിൽ അടിച്ചാൽ ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന സേജ് ഗ്രീൻ കളറ്, നിങ്ങൾക്ക് എൻ്റെ എൻട്രി മേക്ക് ഓവർ വീഡിയോ കണ്ടാൽ അറിയാം, അതിലെൻ്റെ ഷൂ ക്യാബിനറ്റ് അടിച്ച സെയിം കളറാണ്, അതുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയതാണ് എങ്ങാനും എനിക്ക് ഡോറിൽ കളേഴ്സ് വന്നാൽ ഇഷ്ടപ്പെടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനൊരു ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ടും എനിക്കെന്തോ അങ്ങോട്ടൊരുമാതിരി ഇഷ്ടപ്പെടുന്നില്ല. ഡോറിലൊക്കെ ഇങ്ങനെ കളേഴ്സ് അടിക്കുമ്പോൾ എന്തോ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതാണ് പിന്നെ ബ്ലാക്കിലോട്ട് തന്നെ മാറിയത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് ബ്ലാക്ക് അടിച്ചു തുടങ്ങാം. പിന്നെ ഈ ലോക്കും ഞാൻ മാറ്റുന്നൊന്നുമില്ല കേട്ടോ, കവറിങ് ചെയ്യുന്നില്ല. കാരണം ഈ ലോക്ക് ഞാൻ ബ്ലാക്ക് തന്നെ അടിക്കാനാണ്. ഈ ഒരു ഡോറ് ഫുള്ള് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കുറച്ച് സെക്കൻഡ് കോട്ടോട് അടിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് നല്ല കവറേജ് ഒക്കെ ആവത്തുള്ളൂ. ഇനിയിപ്പം ഈ ഡോറ് നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പം ഞാൻ 3 ഡോറും ബ്ലാക്ക് കളർ പെയിന്റ് 1 കോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് കോട്ട്. ഇനി സെക്കൻഡ് കോട്ടോട് അടിക്കണം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ പ്രൈമറിന്റെ ഒരു ആവശ്യവും വന്നില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഇതൊന്ന് ഉണങ്ങട്ടെ, അതിനുശേഷം സെക്കൻഡ് കോട്ടോട് അടിക്കണം. ഞാനിപ്പോൾ 3 ഡോറിൻ്റെയും 2 കോട്ടും അടിച്ചിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് അടിക്കുന്ന ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും ഒട്ടിച്ചിരിക്കുന്ന ടേപ്പ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് വോളിൽ ഏത് പെയിൻ്റാണ് അടിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഞാൻ വോളിൽ അടിക്കാനായിട്ട് സെലക്ട് ചെയ്ത കളറ് ഈ കളറാണ്. ഇത് ജോട്ടൂൻ്റെ മസാല എന്ന് പറയുന്ന കളറാണ്. ഇത് സാറ്റിൻ ഫിനിഷാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതൊരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറും എനിക്ക് താല്പര്യമില്ലായിരുന്നു. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഭയങ്കര ഡൗട്ടാണ് അടിക്കണോ വേണ്ടതെന്നുള്ളത്. നമുക്ക് അടിച്ച് നോക്കാം എന്താണേലും. ഞാൻ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, നമുക്ക് അടിച്ച് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു മ്യൂട്ടഡ് യെല്ലോ ആണ് കേട്ടോ. എനിക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഒന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ഒന്നും താല്പര്യമില്ലായിരുന്നു. എനിക്ക് എന്തായാലും കളർ അടിക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുള്ള കളറ് അടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് മസാല എന്നാണ്. ഇത് ഇന്ത്യൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കളറാണ്. കാണാമല്ലോ, ഭയങ്കര മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല കളറാണ്. പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും നമ്മളൊരു വോളൊക്കെ പെയിൻറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറേ സമയം പോകുന്നൊരു സംഭവം. അപ്പോൾ നിങ്ങളെന്തെങ്കിലും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടൊക്കെ ചെയ്യാമല്ലോ, നമ്മൾ പെട്ടെന്ന് ബോറടിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വോള് ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടൂടെ അടിക്കണം. പെയിൻറ്റ് ഓൾമോസ്റ്റ് തീരാറായി കേട്ടോ. ഇതൊരു കുഞ്ഞ് 1 ലിറ്ററിൻ്റെ ക്യാനാണ് മേടിച്ചത്. സാരമില്ല, ഇനി ഒരു ബോട്ടിലോട് ഇത് വേണ്ട വരും. കാരണം ഇത് ചുറ്റും ഒരു സെക്കൻഡ് കോട്ട് അടിക്കണം. എന്നാൽ ശരിക്കും നല്ല കവറേജ് ഉണ്ട്. പക്ഷേ ഈ പെയിൻറ്റിൻ്റെ സ്ട്രോക്കൊക്കെ ഒന്ന് കവർ ആവണമെങ്കിൽ സെക്കൻഡ് കോട്ട് അടിക്കണം. അപ്പം നമ്മൾ ഏകദേശം ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അത്രയും കൂടെ അടിക്കാനുണ്ട്.
പെയിൻറ്റ് കഴിഞ്ഞു, ഫുൾ ഫിനിഷായി, ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത പെയിൻറ്റ് മേടിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനിടയ്ക്ക് സെക്കൻഡ് കോട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ക്യാൻ മേടിച്ചു, സെക്കൻഡ് കോട്ടും അടിച്ചു. അപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചത് ഞാൻ റോളർ ബ്രഷ് വെച്ചിട്ടാണ്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു ബ്രഷിൻ്റെ സ്ട്രോക്കും ഇല്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡ് മാത്രം ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തു പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഒക്കെ ലീക്ക് ആയതും യെല്ലോ ബ്ലാക്കിലോട്ട് ലീക്ക് ആയതും ഒക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു ടേപ്പ് ഒട്ടിച്ചിട്ട്. പിന്നെ ഈ ഒരു തട്ടുണ്ടല്ലോ, ഡോറിൻ്റെ താഴത്തെ തട്ടും, അത് ഞാൻ 3 ഡോറിൻ്റെ താഴത്തെ തട്ടും ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈൽസിൻ്റെ ഭാഗവും കൂടെ ബ്ലാക്ക് അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. നമുക്ക് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണ്ട് ഈ പടിയുടെ മേളിലും താഴെയായിട്ട് സെല്ലോ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലാക്ക് പെയിൻറ് അടിക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ചിപ്പൊക്കെ ആയിട്ടുള്ളത് ഇതുപോലൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് കവർ ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ലാസ്റ്റ് പെയിൻറ്റിങ് വർക്കിൻ്റെ അവസാന കട്ട് എത്തിയേക്കുവാണ്. ചെറിയ രീതിയിൽ ഇങ്ങനെ ചിപ്പ് ചെയ്തതൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യുവാണ്. ഒരു നീണ്ട നാളത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഫൈനലി ഫിനിഷായി. ഇനി ഗാലറി വോൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം പഴയ ഫ്രെയിമൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ 1-2 പുതിയ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഗാലറി വോൾ സെറ്റ് ചെയ്യുവാണ്. ഈസി ആയിട്ട് ഗാലറി വോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നോ നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഗാലറി വോൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഞങ്ങളൊരു ലൈറ്റ് ഇടാൻ പോവാണ്. ലൈറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ലൈറ്റ് ഉണ്ടായിരുന്നു, അതിനൊരു ഷെയ്ഡ് ഇടുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഐക്യന്ന് മേടിച്ചാണ്. ഇത് പേപ്പർ ലാൻഡേൺ ആണ് കേട്ടോ, വളരെ ചീപ്പാണ്, 9 dirhamsേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ആ ഒരു ലൈറ്റ് കവർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. ഇതിനുള്ളിൽ ഇട്ടേക്കുന്ന ലൈറ്റ് വൈറ്റ് കളർ തന്നെയാണ്, കാരണം വോള് ഫുള്ള് യെല്ലോ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ യെല്ലോ ലൈറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര മഞ്ഞിച്ചിരിക്കും. അതുകൊണ്ട് വൈറ്റ് ലൈറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി കാർപ്പറ്റും ഒക്കെ ഇട്ടു. പിന്നെ നമുക്ക് നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി മേക്ക് ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു ബ്രൈറ്റ് ഏരിയ ആയിട്ട് മാറി കേട്ടോ ഈ ഒരു സ്പേസ്. മറ്റെല്ലാ സ്ഥലവും പ്ലെയിൻ വൈറ്റ് കളറാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ഭയങ്കര ഹാപ്പനിങ്, ഒരു കളർഫുൾ ഏരിയ ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ പറയുക.
ഇനി ഇതുപോലത്തെ മേക്ക് ഓവർ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ ഗാലറി വോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മുടെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. Thank you all for watching my video. Please like, share and subscribe to my YouTube channel. See you all. Bye.